ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഹാർഡ്. ബയോളജി ഭയങ്കര ലെങ്ത്. പിന്നെ കെമിസ്ട്രി അത് പിന്നെ ഒന്നും പറയാനില്ല, കാരണം ഒന്നും എഴുതിയില്ല. എങ്ങനെയുണ്ടായിരുന്നു നീറ്റ് എക്സാം? എന്റെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ, ഭയങ്കര ടഫായിരുന്നു. ആശ്വാസമായി. എന്തായിരുന്നു അല്ലേ ഫിസിക്സ് ഒക്കെ? ഇതൊക്കെ ചോദ്യമാണോ അതോ നോവലോ? എടാ എനിക്ക് നീ പക പോക്കുകയാണല്ലോടാ. ഇവളൊക്കെ എന്താ എഴുതുന്നത്? നീ എന്റെ അതേ ചോദ്യമല്ല അവിടെ വന്നത്. എല്ലാരും എഴുതുന്നുണ്ട്. ബ്രില്യന്റ് തന്നെ, ബ്രില്യന്റ്. സാറേ, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? സൈലൻസ്. എടാ, ഇതിപ്പോ നമ്മൾ +2 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എഴുതുന്ന നീറ്റാണ്. പിന്നെ പോരാത്തതിന് നമ്മളൊക്കെ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരല്ലേ? ആര്? നീ. ഇപ്പൊ കറക്റ്റ്. അപ്പൊ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ല കോച്ചിങ് കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റൂലേ? അതൊക്കെ ശരിയാ, പക്ഷെ ഈ 1 ഇയർ നമ്മൾ എവിടെ റിപ്പീറ്റ് ചെയ്യും? ഈ റിപ്പീറ്റ് ചെയ്യാന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. ഓക്കെ, പിന്നെ ഫെസിലിറ്റീസ്. അതും ഓക്കെ, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, പേഴ്സണൽ മെന്ററിംഗ്, സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്ലാസ്. ഇതൊക്കെ ഓക്കെ. പക്ഷെ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെന്താ? റിസൾട്ട്. അതാണ് റിസൾട്ട് ഉള്ളിടത്ത് അത്യാവശ്യം ഹെൽത്തി കോമ്പറ്റീഷനുള്ള സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് പഠിച്ചാൽ നമുക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ കഴിഞ്ഞ 41 വർഷമായിട്ട് 90% റിസൾട്ടും ബ്രില്യന്റിലാണ്. പക്ഷെ അവിടെ ഈ മാർക്കിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഇല്ലേ? നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഈ വരുന്ന മെയ് 28 ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും പിന്നെ ദുബായിലും സെന്റർ ഉണ്ടെന്ന് ബ്രില്യന്റ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനുണ്ട്. ഫോർ എക്സാമ്പിൾ, നിനക്ക് +2 അത്യാവശ്യം മാർക്കുണ്ട്. ബ്രില്യന്റിന്റെ സ്കോളർഷിപ്പ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അത് ഈ വരുന്ന മെയ് 28 സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിനക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ നിനക്ക് എന്റെ കാര്യം അറിയാലോ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയാൽ എനിക്കും അഡ്മിഷൻ കിട്ടും, സ്കോളർഷിപ്പ് എനിക്ക് കിട്ടും. എടാ, പക്ഷേ ഈ എക്സാം ഭയങ്കര ടഫ് ആയിരിക്കില്ലേ? ഏതായാലും ഇന്ത്യ നടത്തിയ എക്സാമിന്റെ 4 പോലും ഇതില്ല. നീ ഇങ്ങനെ തുടക്കത്തെ നെഗറ്റീവ് ആവല്ലേ? ലെറ്റ്സ് ഫേസ് ഇറ്റ്. അപ്പോ നമ്മള് മെയ് 28 സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതുന്നു, സ്കോളർഷിപ്പ് നേടുന്നു, സ്കോർ ചെയ്യുന്നു, ബ്രില്യന്റിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോ എടി, പിന്നെ ഈ നീറ്റ് 2025 സ്കോർ കുറച്ച് കുറവാണെങ്കിലും ടെൻഷൻ ഒന്നും ആവണ്ടെന്നാ കേട്ടെ. അതായത് കട്ട് ഓഫ് മാർക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ റിസൾട്ടുകളിൽ ഭൂരിഭാഗം MBBS സീറ്റുകളും ബ്രില്യന്റിലെ സ്റ്റുഡൻസ് നേടും എന്നൊരു ടോക്കുണ്ട്. അതിപ്പോ എല്ലാ വർഷവും തന്നെയല്ലേ, അതിൽ വല്ല മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, റിസൾട്ടുകൾ തുടരും.